ഗർഷോം ടി വി യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 2-ലെ ശ്രുതി റൗണ്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം എബിൻസ് എബ്രഹാം. എബിൻസ് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മലരെ എന്നുള്ള പാട്ടാണ് പാടുന്നത്, പ്രേമം സിനിമയിലെ. ഓക്കെ, ലാസ്റ്റ് ഇയർ ഹിറ്റ് മൂവി പ്രേമത്തിലെ പാട്ടാണ് എബിൻസ് പാടാൻ പോകുന്നത്. ശബരീഷ് വർമ്മ ലിറിക്സ് എഴുതിയ ഈ വിജയ് യേശുദാസ് പാടിയ പാട്ടാണത്. ലാസ്റ്റ് റൗണ്ട്സിൽ ഇത്തിരി നെർവസ് ആയിരുന്നല്ലോ? ഇച്ചിരി നെർവസ് ആയിരുന്നു, ഇപ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എബിൻസിന് എല്ലാം പ്രോത്സാഹനവും നൽകാം. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തനുനീരൻ കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താലുണരും മലരേ അഴകേ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും
പനിമലരെ ഓ എബിൻസ് എന്ത് തോന്നി? തിരക്കെല്ലാം പാടിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അതൊക്കെ തന്നെ തോന്നിയത്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജഡ്ജിനോട് ചോദിക്കാം. സണി സർ. എബിൻസേ സർ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു. ആദ്യം ഫസ്റ്റ് ലൈൻ ഈ ശ്രുതി കേട്ടിട്ട് തന്നെ മോനൊന്ന് പാടണം, എനർജി കൊടുത്ത് വേണം കേട്ടോ. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തനുനീരൻ കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ഇപ്പോൾ പാടിയപ്പോൾ മോന് നല്ല എനർജിയിൽ പാടി. ആദ്യം പാടിയപ്പോൾ ആ എനർജി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ശരിയല്ലേ? ഇച്ചിരി കുറഞ്ഞു പോയി തോന്നുന്നു. കുറഞ്ഞു പോയി എന്ന് തോന്നുന്നതല്ല, കുറഞ്ഞു പോയി. മോൻ്റെ മനസ്സിൽ പേടി വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തിനാ പേടിക്കുന്നത്? ഇപ്പം ഞാൻ പാടിപ്പിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് വന്നു മോന്. അതിനെ ശ്രുതി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ കരോക്കയിൽ നിന്ന്. എന്താ പറ്റിയത്? എനിക്കറിയില്ല, കുറഞ്ഞു പോയി. ആ സംസാരത്തിൽ തന്നെ പേടിയാണല്ലോ. എനിക്കറിയില്ല. അത് പേടിക്കേണ്ട കാര്യമില്ല കൂട്ടാ. മൊത്തത്തിൽ ഒരു ന്യൂ ജനറേഷൻ ഹസ്കി വോയിസ് ആണ് നിൻ്റേത്. ന്യൂ ജനറേഷൻ സോങ്സ് പാടിക്കാൻ പറ്റിയ വോയിസാണ് നിൻ്റേത്. പെട്ടെന്ന് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ താളത്തിൻ്റെ ആ ഗതിക്ക് അനുസരിച്ച് ഒരല്പം തിടുക്കം കാട്ടിപ്പോയി. മൊത്തത്തിൽ ഈ പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ് പാടുന്നത്. അങ്ങനെ തീർക്കം കൂട്ടേണ്ട കാര്യമില്ല. അങ്ങനെ പെട്ടെന്ന് തീർക്കേണ്ട കാര്യങ്ങളല്ല ഇത്. കാരണം നമുക്ക് നിനക്ക് ഇനഫ് ടൈം തന്നിട്ടുണ്ട് ഇവിടെ. അതാ നീ യൂസ് ചെയ്യണം. ധൃതി വെച്ച് പാടേണ്ട കാര്യമില്ല. ആ സമയം എടുത്ത് പാടിക്കൂ. പൊതുവേ എനർജിയുടെ ഇത് പ്രശ്നമാണ് ഉള്ളത്. എനർജി ഇപ്പോൾ ലാസ്റ്റ് ലൈൻ വന്നപ്പോഴത്തേക്ക് നല്ല എനർജി പാടി. ആ അഴകിയെന്നൊക്കെ ഉള്ളത് പാടി. മലരേ പാടിയില്ലേ? ഒന്ന് പഠിക്കത്. മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ഇപ്പൊ കണ്ടോ, നന്നായിട്ട് വന്നത് കണ്ടോ? അതുപോലെ എനർജി കൊടുത്തെങ്കിലേ പാട്ടിൻ്റെ അക്ഷരങ്ങൾ ക്ലാരിറ്റി കിട്ടുള്ളൂ, നല്ല വൃത്തിയായിട്ട് പോവുള്ളൂ. പിന്നെ ഓന്നെടുത്ത് അവസാനം ഓന്നെടുത്തില്ലേ, ഓന്നെടുത്തേ. ഓ ഏറ്റവും അവസാനം വന്ന ഓ ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ ബസ്സുകളൊക്കെ ഉള്ളു, വലിയ കുഴപ്പമില്ല. പിന്നെ ഹസ്കി വോയിസ് ന്യൂ ജനറേഷന് പറ്റുന്ന വോയിസാണ്. പെർഫോമൻസിനൊക്കെ നന്നായിട്ട് ഷൈൻ ചെയ്യും. ഓക്കെ ഓക്കെ, അടുത്തത് ലോബ മാം. അബിൻസ്, യെസ് മാം. നല്ല പാട്ടുകളാണ് സെലക്ട് ചെയ്യണത്, വോയിസിന് പറ്റിയ പാട്ടുകൾ. കഴിഞ്ഞ പ്രാവശ്യം സെയിം അങ്ങനത്തെ ഒരു പാട്ടാണ് സെലക്ട് ചെയ്തത്. ഇപ്രാവശ്യം നന്നായിരുന്നു. ആകെ സണ്ണി സാറ് പറയുന്ന പോലെ ഇത്തിരി സ്ട്രെങ്ത് കൊടുക്കണം വാക്കുകൾക്ക്. അതർവൈസ് അത് തോന്നും ഈ വാട്ടർഫോൾ പോലെ വെറുതെ വീഴും കൊണ്ടിരിക്കുന്ന പോലെയാണ്. പേടിക്കണ്ട, പരിഭ്രമൊന്നും വേണ്ട, ഇറ്റ്സ് ഓക്കെ. കരോക്കെ ഇല്ലാത്ത സമയം ഉള്ള ആ പാട്ട്, ആ ഒരു ബിറ്റ് ഉണ്ടായിരുന്നില്ലേ, അത് ശരിക്കും പാടി. ഇറ്റ് വാസ് കറക്റ്റ്. കാരണം ഞാൻ ഇവിടെയും കൂടി എല്ലാം ടിക്ക് മാർക്കായിട്ടിരിക്കണേ. കാരണം എനിക്ക് അതിലൊന്നും ഒരു ഇത് തോന്നിയില്ല. അവസാനം ഒരു വിഗറ് കൊടുത്തു. തുടങ്ങുമ്പോൾ ഇറ്റ് വാസ് വെരി വീക്ക്. അവസാനം ഇത്തിരി വിഗറ് കൊടുത്തിട്ട് ഓ എന്ന് ഉള്ളത് ഇത്തിരി ഒന്ന് ഇച്ചിരി ഒരു പവർഫുൾ ബിറ്റാണ്. അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്യാതെ അതങ്ങനെ അങ്ങോട്ട് ഹേവായ ഇത്തിരി ഒന്ന് പോയി. ഒരു പ്രാവശ്യം കൂടി അതൊന്ന് ഓ എന്ന് അവസാനത്തെ ഓ ഇല്ലേ ഒന്ന് ഓ ഇപ്പോൾ കറക്റ്റായിട്ട് ആ രണ്ടാമത്തെ ബിറ്റ് പിന്നെ മുകളിലേക്ക് പോയില്ലേ ഓൻ്റെ, അത് ശരിക്കും ഇപ്രാവശ്യം കറക്റ്റായിട്ട് വന്നു. അപ്പോൾ യു ജസ്റ്റ് ഹാവ് ടു ലൂസൺ യുവർ സെൽഫ് ആൻഡ് ദ റെസ്റ്റ് വിൽ കം. നോ പ്രോബ്ലം. ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. മാം, ഞാൻ 40 ബിക്കോസ് ഇറ്റ് വാസ് വർത്ത് ആൻ എഫേർട്ട്. നന്നായിരുന്നു.
മോനെ മറ്റേ ഇപ്പോൾ ഓ പാടിയില്ലേ, ആ ആ രീതിയിലാണ് പാടേണ്ടത്. മോനെ എന്തിനാ പേടിച്ച് എനർജി ഇല്ലാതെ പാടുന്നത്? അത് ആദ്യമേ പാടിയപ്പോൾ ഇച്ചിരി ഒരു കൃത്രിമ ശബ്ദം വരരുത്. എപ്പോഴും നമ്മുടെ നാച്ചുറൽ വോയിസ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശബ്ദമേ വരാവുള്ളൂ കേട്ടോ. ഹസ്കി വോയിസ് നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, മറ്റാൾ ചെയ്യുന്നത് എന്താണ് അതിനെയല്ല കോപ്പി ചെയ്യേണ്ടത്. നമുക്ക് നമ്മളിൽ എന്തുണ്ടോ അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരണം. ഇപ്പം നന്നായിട്ട് മോൻ പാടി ആ ഭാഗം. ആദ്യം പേടിച്ച് പാടിയതെന്നുള്ളൂ. ഞാൻ 40 മാർക്ക് തരുന്നു. താങ്ക് യു. ഓക്കെ, ഇനി വരുന്ന റൗണ്ട്സിലെല്ലാം നന്നായി പാടുക. താങ്ക് യു.